വിശുദ്ധ ആരാധനയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, ഇന്നത്തെ ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി കർത്താവെ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ, ദൈവമേ, സഭകളിലും വീടുകളിലും ഒക്കെയും ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ കർത്താവെ പങ്കെടുക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ യുവജന സഖ്യ അംഗങ്ങളെയും കർത്താവെ നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണയും കൃപയിലും കർത്താവെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 25-ാമത്തെ കീർത്തനം ചേർന്ന് പാടി ഈ ആരാധന ആരംഭിക്കാം. ജ്ഞാനകീർത്തനങ്ങളിൽ 25. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ത്രിത്വത്തിന് സ്തുതി.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാര്യം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളൂ. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. താഴെ വരുന്ന ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ നിന്റെ മേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം
2 ദിനവൃത്താന്തം 34 അധ്യായം 8 മുതൽ 21 വരെയുള്ള ദൈവവചനം. 2 ദിനവൃത്താന്തം 34 അധ്യായം 8 മുതൽ 21 വരെ. അവൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിൻ്റെ മകനായ ശാഫാനെയും നഗരാധിപതിയായ മയസേയാവെയും യോവാസിൻ്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. അവർ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരനായ ലേവ്യർ മനശ്ശെയോടും എഫ്രൈമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദായോടും ബെന്യാമീനോടും യെരുശലേം നിവാസികളോടും പിരിച്ചെടുത്ത് ദൈവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. അവർ അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിൽ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു. ചെത്തിയ കല്ലും ചേർപ്പ് പണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വയ്ക്കേണ്ടതിന് ആശാരികൾക്കും പണിക്കാർക്കും തന്നെ. ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു. മെരാര്യരിൽ യഹത്ത്, ഓബദ്യാവ് എന്ന ലേവ്യരും പണി നടത്തുവാൻ കെഹാത്യരിൽ സെക്കരിയാവും മെശുല്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽവിചാരകന്മാരായിരുന്നു. അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരായിരുന്നു. ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽ കാവൽക്കാരുമായിരുന്നു. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രായസക്കാരനായ ശാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് പുസ്തകം ശാഫാൻ്റെ കയ്യിൽ കൊടുത്തു. ശാഫാൻ പുസ്തകം രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത്, അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. രായസക്കാരനായ ശാഫാൻ രാജാവിനോട്, ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും ബോധിപ്പിച്ചു. ശാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. രാജാവ് ഹിൽക്കിയാവോടും ശാഫാൻ്റെ മകൻ അഹീക്കാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രായസക്കാരനായ ശാഫാനോടും രാജഭൃത്യനായ അസായാവോടും കൽപ്പിച്ചതെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രായേലിനും യഹൂദായിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പിൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. ഒരു പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. സങ്കീർത്തനം 46. ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ചു, കുന്തം മുറിച്ചു, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ചേർന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു.
Second lesson is taken from the book of Revelation, chapter 2, verses 1 to 7. Revelations, chapter 2, verses 1 to 7. To the angel of the churches in Ephesus, write, "These are the words of him who holds the 7 stars in his right hand and walks among the 7 golden lampstands. I know your deeds, your hard work, and your perseverance. I know that you cannot tolerate wicked men, that you have tested those who claim to be apostles but are not, and have found them false. You have persevered and have endured hardships for my name and have not grown weary. Yet I hold this against you. You have forsaken your first love. Remember the height from which you have fallen. Repent and do the things you did at first. If you do not repent, I will come to you and remove your lampstand from its place. But you have this in your favor. You hate the practices of Nicolaitans, which I also hate. He who has an ear, let him hear what the Spirit says to the churches. To him who overcomes, I will give the right to eat from the tree of life, which is in the paradise of God." Here ends the second lesson. സുവിശേഷം. ഇന്നത്തേക്കുള്ള സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെ. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, "ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത്" എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, "നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു." എന്നാൽ യഹൂദന്മാർ അവനോട്, "നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും?" എന്ന് ചോദിച്ചു. യേശു അവരോട്, "ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, "ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ?" എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്ര പറഞ്ഞത്. അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഇവിടെ സുവിശേഷം അവസാനിക്കുന്നു. തിരുവചന കേൾവിക്കായി നമ്മളെ തന്നെ ഒരുക്കുന്ന നിമിഷത്തിൽ ജ്ഞാനകീർത്തനത്തിൽ 200-ാം കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 200. No.
Let's have a word of prayer. Almighty God, our Heavenly Father, we thank you for your loving grace. We gather together today to give you thanks and praise your greatness. We praise you for your wonderful deeds, God. Dear God, we come before you to lay our panic and anxiety at your feet. Fill us with your peace as we trust in you and you alone. We know deep down that we live in your grace, forgiven and restored by your sacrifice. Almighty God, thank you for giving us good health and enabling us to come to this place and glorify thy holy name. In Jesus' name we pray. Amen. Please be seated. Greetings in the name of the Lord and Savior, Jesus Christ. First of all, I would like to thank Almighty God for giving me an opportunity to thank and praise thy holy name. I would also like to thank Shinu Achin and other committee members for giving me this opportunity. The topic for today's sermon is knowing God in times of uncertainty. In particular, knowing God during the COVID-19 pandemic. In Matthew chapter 24, Jesus tells us about the signs of the end of days. There will be famines, wars, diseases, disasters, etc. I'm sure most of you would have read this chapter and would have wondered, is it truly the end of days? None of us know when Jesus will return for his church. But we do know that Jesus already overcame the world. He took our sins to the cross. He bore it. And he died as a sinner, even though he was never one to begin with. You may be asking for yourself, your friends, your family members, or even to God, why is this happening? Fear, worry, panic, depression, and many other problems are plaguing our minds in this moment. I know that this has been a battle in our minds for the past few months. But one factor or one truth in all of this is that we have our God. We have his peace that he has given us. We can focus our thoughts on this peace alone. So let us keep renewing our minds in his words and press pause onto the business of our thoughts to focus on God. Isaiah chapter 26 verse 3 says, "You keep him in perfect peace, whose mind is stayed on you, because he trusts in you." We all know that the coronavirus is truly invisible. But we fear for what we cannot see. Doesn't this remind us of one Bible verse in particular that God has given us? 2 Corinthians chapter 5 verse 7 states, "For we walk by faith and not by sight." Barnes Notes gives us a great insight into this verse about faith and how most of the world has faith in money, luxury, technology, etc. The actual threat to us is the reliance on these things. We all probably wouldn't do well without the things that the world offers us now. So I would like to say that as believers in Christ, we know that Jesus Christ lives in us. So why are we treating this virus as though it's bigger than our God? Honestly,
fear seems to be more of the culprit in this case. We all know that COVID-19 isn't a joke. It has claimed many lives. But in the end, you either let fear be your God, or you let God be the only God in your life. God is the only one who leads our life. It is not fear that plans our life. It is God who plans our life. It is not fear that created us. It is God who created us. In Genesis, it states that man was created in his image. Even though God tells us to fear him, it is a reverent fear of him. In Proverbs chapter 1 verse 7, the fear of God is understanding and wisdom. So do not let your enemy put his fear on you. We need to understand the difference between godly fear and worldly fear. I would like to say that God loves you more than anything else in this world. He created us because God wants to spend time with us, just as how we spend time with our loved ones. So trust in God, lean on Him, and do not let the worldly fear overpower you. In Ephesians chapter 2, the Gentiles were basically exiled because of the laws and regulations during the time before Christ. But when Jesus died for us, He became our cornerstone. Jesus became our firm foundation to build upon. He will never be shaken or moved because He shook this world by breaking the weight of the world and its sin onto His shoulders. COVID-19 calls us to learn again from our forebearers who looked to Scripture's descriptions of God's agency in times of disaster as a compass for their own times. One obvious place to turn is to the story of the plagues that visited upon the Pharaoh and the Egypt at the time of Hebrews' deliverance from slavery. Can this story help us to see how God cares for the world during our own difficult times? Let us see the key differences between Moses and the Pharaoh. Moses recognizes God in extraordinary events, but the Pharaoh doesn't. When God shows up in the burning bush, Moses recognizes something bigger than himself, and he listens to God's voice. But the Pharaoh refuses to recognize any power that is larger than himself. He tells Moses, "Who is the Lord that I should heed him and let Israel go? I don't know the Lord, and I will not let Israel go." The 10 plagues that follows causes economic, natural, and personal hardships and devastations. They are an opportunity for both the king of Egypt and for the Hebrew people to recognize God's sovereignty over His creation and their own lives. God tells the Pharaoh as much as just before the 7th plague. God says to Pharaoh, "For by now I would have stretched out my hand and struck you and your people with pestilence.
and you would have been cut off from the earth. But this is why I have let you to live, to show my power and to make my name resound through all the earth. God describes the purpose of the 10 plagues very clearly. They were never a punishment. They were an invitation to know God. Exodus chapter 9 verse 15 says, "The Egyptians shall know that I am the Lord, when I stretched out my hand against Egypt and bring the Israelites out from among them." How then, in this time of COVID-19, do we witness the truth of life and death of Jesus Christ? The civil mandate to go home and stay home is a kind of imposed civil Sabbath. No shopping, no running around, no going out to eat, no gatherings and fellowships, no movies, no making plans for the future or worrying about money. It is a time that is meant for rest, not only for God's creatures, but also for the land. We have witnessed in several newspapers that the air pollution has decreased in different parts of the world. So it is a time for God's distracted and self-absorbed creatures to remember that we are first and foremost recipients and not the creators. It is a time to praise and worship God's creations. But we know that in this imposed civil Sabbath, there are many who have no homes to go or have homes that are not safe. Some cannot go home because of travel bans. We know that in this imposed civil Sabbath is devastating for daily wage earners. But God provides, protects, and cares for us even during this pathetic situation. God's provision of manna in the wilderness for the anxious Israelites included provision for food during the Sabbath. God's provision is characterized by its sufficiency. Exodus chapter 16 verse 18 says that those who gathered much had nothing over, and those who gathered little had no shortage. They gathered as much as each of them needed. Here is a witness that we can make. As we pray, sing, and rejoice, we also participate in God's provision by working to provide for those who suffer, either financially from the pandemic or emotionally from social isolation or dislocation. We witness through the most obvious of ways. We continue to contribute to the congregation. While maintaining safety, we provide meals. We call up our relatives. We call our friends. We find a lot of real and creative ways of helping those who are suffering financially because of the pandemic. These are some of the ways in which we can participate in God's provision. I would like to bring to your notice that whenever we feel overwhelmed by the chaos and difficulties of the pandemic, just turn to God in prayer for peace and serenity.
In this time of uncertainty, fear, seclusion, and separation from what we term as normal, our human solution is to handle it ourselves. But that is not our Lord and the Bible teaches us. Turning to our Lord should be our first response and not our last resort. In Philippians chapter 4 verse 6, the Bible tells us, "Do not be anxious about anything, but in everything by prayer and supplication with thanksgiving, let your requests be made known to God." We all know that COVID-19 is a bad thing. But there are good gifts that God can bring even from this. As I think about my own life, through COVID-19, I have been reminded that I do not control my life. This pandemic has shown me that I am utterly and completely dependent on the living God. If we think that we are in control of things, then it is a pleasant illusion. Jesus Christ is our only hope, our salvation, our firm foundation, and our cornerstone. He is the only reason we are alive today. I hope that all who listens to this sermon truly understands that no matter what happens in this world, Jesus will never fail us. Even at the end of our lives, we have nothing to fear because Jesus overcame death. I would like to sing a few lines of my favorite song. I sing this whenever I'm worried or anxious about the future. When I am down and oh my soul so weary, when troubles come and my heart burdened be, when I am still and wait here in the silence until you come and sit a while with me. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. May the good Lord bless each and every one of us. Amen. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ.
നിന്റെ ഇഷ്ടസുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്ന് തരണമേ. ഞങ്ങളെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ചു. ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ അക്രമങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരുമിച്ച് ഈ ദേവാലയത്തിലും ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ലോകം മുഴുവനും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധിയുടെ നടുവിലും നമ്മെ അവൻ്റെ ചിറകിൻ മറവിൽ വഹിക്കുന്നതിനായും നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കൈകളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ചുവടെയുള്ള ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കനിയണമേ എന്ന വാക്യപ്രതിവാക്യമായി പറയാം. കർത്താവെ കനിയണമേ. നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ലോകവ്യവസ്ഥിതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും മന്ത്രിമാർക്കും ഗവൺമെൻറ്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടങ്ങളിലും പണിശാലകളും വ്യവസായ സ്ഥാപനങ്ങളിലും ഖനികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും അനാഥർക്കും മർദ്ദിതർക്കും രോഗികൾക്കും മരണത്തോട് സമീപിച്ചിരിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയും ലോകത്തിൽ അവരുടെ സേവനത്തിനും സഖ്യത്തിനും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സ്ത്രീജന സഖ്യം, ആത്മായ സംഘടന, ഗായക സംഘം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും മറ്റെല്ലാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും വിശേഷാൽ ഞങ്ങളുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമ സഭയുടെ മെത്രാപ്പോലിത്തേക്കും വേണ്ടിയും ഞങ്ങളുടെ ബിഷപ്പിന് വേണ്ടിയും അവർ അവരുടെ വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ നന്മയും ശക്തിയും ഘോഷിക്കുന്നതിനായും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചും മരിച്ചവരോട് കൂടെ തന്നെ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ നിത്യാനന്ദം അനുഭവിക്കേണ്ടതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സ്തോത്ര വഴിപാട് സമർപ്പിക്കുന്ന സമയത്ത് ക്രിസ്തീയ ഗീതത്തിൽ 186 ഗീതം നമുക്ക് ചേർന്ന് പാടാം. 186 ഗീതം.
സമർപ്പിച്ചിരിക്കുന്ന ഈ വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ ഈ ദൈവാലയത്തിലും ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ യുവജന സഖ്യ അംഗങ്ങളോടും പ്രത്യേകിച്ച് വചന ശുശ്രൂഷ നിർവഹിച്ച ആനോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഈ അവസരം നൽകിയ ഷിനു അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടുമുള്ള പ്രത്യേക നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ആരാധനയിലെ ഒഴിവിലായി എല്ലാവർക്കും ചേർന്ന് ജ്ഞാന കീർത്തനങ്ങളിൽ 253 നമുക്ക് ചേർന്ന് പാടാം. 253 കീർത്തനം. Melody
കർത്താവെ, ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ കർത്താവ് നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളിന്ന് കേട്ട വചനത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. കർത്താവെ, പിരിയാത്തവനായ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. വീണ്ടും കാണും വരെ കർത്താവെ, നിൻ്റെ ചെറുകിൻ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായ സ്തോത്രം എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.